വൈകുന്നേരം ഒരു 3 മണി കഴിഞ്ഞപ്പോൾ തന്നെ പിള്ളേരെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോവാണ് കേട്ടോ. സനോയുള്ള ദിവസം ഞങ്ങൾ രണ്ടുപേരും പിള്ളേരെ വിളിക്കാൻ പോവേ. സനോയും ഡുങ്ങുടുവിനെ വിളിക്കാനും പോകും, ഞാൻ സച്ചിനെ വിളിക്കാനും പോകും. കാരണം രണ്ടുപേർക്കും ഒരേ സമയം സ്കൂൾ വിടുന്നുണ്ട്. ഒരാൾക്ക് തന്നെ രണ്ട് സ്ഥലത്തേക്ക് എത്താൻ പറ്റില്ല. കയറി വരുമ്പോൾ തന്നെ ഒരു പ്രാണീനെ കണ്ടിൻ്റെ ബഹളമാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ സ്കൂളിലൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാധാരണ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡ് കൊടുക്കാറുണ്ടെങ്കിലും ഇന്ന് വന്നപ്പോൾ തന്നെ ഞാൻ ഫുഡൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. ഡുങ്ങുടുവിന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ വേഗം പരിപ്പ് കറി വെക്കാമെന്ന് വെച്ചിട്ട് പരിപ്പൊന്ന് വേവിക്കാൻ വെച്ചു. അതുപോലെ തന്നെ ചപ്പാത്തിക്കുള്ള മാവ് ഒന്ന് കുഴച്ച് വെച്ചു കേട്ടോ. അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതാ പെട്ടെന്ന് റെഡിയായി. ഞാൻ പറഞ്ഞല്ലോ സ്കൂളിൽ നിന്ന് പരിപാടി ഉണ്ടെന്ന്. അപ്പോൾ സമ്മർ ഫെയർ ആയിരുന്നേ. ഇവർക്ക് ഇങ്ങനെ വിൻ്ററിലും സമ്മറിലൊക്കെ ഓരോ ഫെയർ ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ സ്റ്റോൾസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഫുഡിൻ്റെ ഒരു വാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ബക്ലാവാന്ന് കണ്ടപ്പോൾ ഇതുവരെ കഴിച്ച് നോക്കാത്ത സാധനമാണല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്ന് കഴിച്ച് നോക്കാൻ പോയതാണ്. ഈ കുനാഫ ബക്ലാവ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അതൊന്ന് കഴിച്ച് നോക്കാൻ പോയി. അവിടെയാണെങ്കിൽ സ്റ്റേജിൽ ഒരു ഹോളിനകത്ത് കുറച്ച് ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു. ഇവിടെ പോലീസിനൊരു വണ്ടിയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ സച്ചിന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ചെന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവൾ കാല് മാറി അവൾ ഇന്ന് തിരിച്ചു പോകുന്നു, എനിക്ക് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അത്യാവശ്യം കുറച്ച് സ്റ്റോളിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. അവിടെ കൂടുതൽ നിൽക്കുന്ന അത്ര പന്തിയല്ല. അപ്പോൾ പിന്നെ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാണ്. ഇതൊക്കെയാണ് മേടിച്ചത്. ഇതെന്തോ ക്രോഷയാണ്, ഹാൻഡ് മെയ്ഡായിട്ട്. വലിയ സാധനങ്ങളൊന്നുമല്ല, പക്ഷേ എന്നാലും നല്ല എക്സ്പെൻസീവ് ആയിട്ടിരിക്കും കേട്ടോ. പിന്നെ പിള്ളേരുടെ ഒരു ആഗ്രഹമല്ലേ. പിന്നെ ഞാൻ പെട്ടെന്ന് ഒരു ഇച്ചിരി പഴംപൊരിയും ചൂടാക്കി ചായയും കാപ്പിയൊക്കെ റെഡിയാക്കിയിട്ട് ഇതാ ചായ സാധനവും കൊണ്ടു കൊടുത്ത് ഞാനും ഒരു കാപ്പി കുടിച്ചു.